السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله توكلت على الله لا حول ولا قوة إلا بالله العلي العظيم. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ഈ സദസ്സിനെ കബൂലാക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ രണ്ട് ലോകത്തും പൊന്നാര റബ്ബ് നമ്മൾ വിജയിപ്പിച്ചു തരട്ടെ. ഇതിന് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട സംഘാടകർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല ദീർഘായുസ്സുള്ള ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പവിത്രമായ രാത്രി നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഒരുപാട് ആൾക്കാർ ഇന്ന് ഖബറിലാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ ഖബറെല്ലാം വിശാലമാക്കി സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ റഹ്മതിക യാ റബ്ബ്. പറ്റുമെങ്കിൽ ഒന്ന് ഫ്രണ്ടിലേക്ക് ഒന്ന് ഇരുന്നാൽ ഖൈറായിരുന്നു. ബുദ്ധിമുട്ടുണ്ടാവുമോ? ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഫ്രണ്ടിലേക്ക് ഒന്ന് ഒരു ചെയർ ഇവിടെ ഗ്യാപ്പ് വെച്ചാൽ ഇവിടെ ശൈത്താൻ വന്നിരിക്കുന്ന ഇൻഷാ അല്ലാഹ് ഒന്ന് നമുക്ക് പെട്ടെന്ന് നിർത്താം ഇൻഷാ അല്ലാഹ്. ബാക്കിലുള്ള എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെല്ലാം ഫ്രണ്ടിൽ വന്ന് പുറത്തുള്ള നോക്കുന്നവരെല്ലാം പറ്റുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ അകത്ത് വന്ന് സദസ്സ് ഭംഗിയാക്കാം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് നല്ലൊരു സദസ്സ്. ഈ വർണ്ണം കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു റാഹത്തും സന്തോഷം. നീണ്ട 50 വർഷക്കാലം ഇതിനെ നയിച്ചു കൊണ്ടുപോയ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ നാടിന് യുവാക്കളെ ഒരു നേരായ വഴിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി MIS എന്നൊരു സംഘടന രൂപീകരിക്കുകയും അതിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ പൊന്നാര റബ്ബിനെ കുറിച്ചും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇങ്ങനെ ഇഷ്ക് പാടുന്നൊരു സദസ്സ്. ഇഷ്ക് രണ്ട് തരാണ്. നമ്മളെല്ലാവരും നിസ്കരിക്കും, ദിക്ർ ചൊല്ലും, സ്വലാത്ത് ചൊല്ലും, എല്ലാം ചൊല്ലും. ആ ചൊല്ലിയതെല്ലാം നിസ്കാരത്തിനൊരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. നിസ്കാരം ഇങ്ങനെ കുത്തി മറിഞ്ഞിട്ടുണ്ടാവും. സ്വലാത്ത് ഇങ്ങനെ ചൊല്ലും. പൊന്നാര തങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി നമ്മളെ മനസ്സ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ ഇഷ്ക് ഏത് രീതിയിലാണ് കൊണ്ടുപോകേണ്ടത് എന്നതാണ് മെയിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമായിട്ട് അടുക്കണം, പൊന്നാര റബ്ബുമായിട്ട് അടുക്കണം. അതിനൊരു സുഖം കിട്ടണം. ആദ്യം തന്നെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞുതരാണ് എൻ്റെ മുത്തു മുഅ്മിനീങ്ങളോട്. നിസ്കരിക്കേണ്ടത്, ദിക്ർ ചൊല്ലേണ്ടത് നല്ല തന്നെയാണ്, ഖുർആൻ ഓതേണ്ടതെല്ലാം നല്ല തന്നെയാണ്. നിയത്ത് വരേണ്ടത് റബ്ബിനെ കാണാനുള്ള നിയത്ത് ഉണ്ടാക്കിയെടുക്കണം എന്നർത്ഥം. ആദ്യം തന്നെ പറയാണ്, എന്ത് ചെയ്യുമ്പോഴും എന്ത് പ്രവർത്തിക്കുമ്പോഴും നിയത്ത് ഖബറിനെ പേടിച്ചിട്ടാവരുത്, നരകത്തിനെ പേടിച്ചിട്ടാവരുത്, സ്വർഗം വേണം സ്വർഗത്തിനെ പേടിച്ചിട്ടാവരുത്, സ്വർഗം കിട്ടുമോ എന്നുള്ള സംശയത്തിലാവരുത്. നമ്മളുടെ നിയത്ത് മുഴുവനും അല്ലാഹ്, ആ പൊന്നാര റബ്ബിനെ കാണാൻ വേണ്ടിയിട്ടുള്ളതാവണം. ഇന്ന് നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നു, എന്നെ ശ്രവിക്കുന്നു. ഈ ശ്രവങ്ങൾ മുഴുവനും നിയത്ത്, ഇപ്പോഴും നമ്മൾ വെക്കേണ്ട നിയത്ത് അള്ളാഹുവിനെ കാണണമെന്നുള്ള ചിന്തയിലായിരിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടം. ഇഷ്ക് രണ്ട് തരത്തിലാണെന്ന് പറയുന്നത്. ഒന്ന് അള്ളാഹുവിനോടുള്ള സ്നേഹം, ആ അള്ളാഹുവിനെ കാണിച്ചു തന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം.
ആ ഹുബ്ബ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഈ രണ്ട് ഹുബ്ബ് കഴിഞ്ഞാൽ അവന്റെ കൽബിന്റെ അകക്കാമ്പിലേക്ക്, അവന്റെ റൂഹിലേക്ക്, അവന്റെ ആത്മാവിലേക്ക് അള്ളാഹും റസൂലും കേറിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഹാഷിക്കായി മാറി, പിന്നെ റസൂലുള്ളാഹിനെ ദൈനംദിനം കാണുന്ന രൂപത്തിലായി മാറി. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹ്ക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു ദിവസം നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തിൽ തന്നെ 24,000 തവണ എന്നെയും നിങ്ങളെയും ഓർക്കുന്ന റബ്ബാൻ അങ്കു നിങ്ങൾക്കുള്ള റബ്ബ് എന്നുള്ളത്. അതാണ് പൊന്നാര റബ്ബ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ആ പൊന്നാര റബ്ബിനെ കുറിച്ച് പറയുമ്പോ റബ്ബ് സുബ്ഹാനഹു തആല നമ്മളെ ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കുന്നു. 24 മണിക്കൂറും നമ്മളെ മാത്രം വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ, അള്ളാഹു ഒരു മനുഷ്യന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് റബ്ബിന് ബേജാറുവാണ്. നമുക്ക് അള്ളാഹുമായിട്ടുള്ള ഒരു ഇഷ്ക് ഇങ്ങനെ കൊണ്ടുപോകണം. നമ്മളെ റബ്ബ് അല്ലാഹ് എന്നൊരു മനുഷ്യൻ ഒരു തവണ ഉച്ചരിച്ചാൽ ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു തആല 10 തവണ ഓർക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് ഇങ്ങനെ കൊണ്ടുവരണം. ഒരു ദിവസം 24,000 തവണ നമ്മൾ ശ്വാസോച്ഛ്വാസം എടുക്കുന്നുണ്ട്. ആ ശ്വാസോച്ഛ്വാസത്തിൽ അല്ലാഹു നമ്മളെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. എന്നെ ഇങ്ങനെ ഓർക്കണ്ടേ? പടച്ചോന് നമ്മളിങ്ങനെ ഓർക്കുമ്പോ നമ്മളെ കാലിൽ ഒരു തിരി മുള്ളു തുറച്ചാൽ അള്ളാഹ്ക്കത് ബേജാറാണ്. നമ്മളിപ്പോ അള്ളാഹിന്റെ മനസ്സൊന്ന് ഓർത്ത് ചിന്തിച്ചിട്ടുണ്ടാവുമോ? അള്ളാഹിനെ ഓർത്ത് എനിക്ക് നിന്നെ ഇഷ്ടാണ് എന്ന് പറഞ്ഞു ഒന്ന് കരഞ്ഞിട്ടുണ്ടാവുമോ? നമ്മൾ ഇത്ര വയസ്സായി, എനിക്കൊരു പ്രായമുണ്ട്, എന്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കൊരു പ്രായമുണ്ട്. ഈ പ്രായം വരെ റബ്ബിനെ ഓർത്ത് ഒന്ന് കരയാൻ നമ്മളെ കണ്ണ് സമ്മതിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാം അള്ളാഹുവിനെ ഇഷ്ടാണ് എന്ന് പറയാണ്, അള്ളാഹുവിനെ ഇഷ്ടാണ് എന്ന് പറയാണ്. എല്ലാം ശരി തന്നെയാണ്. ആ പടച്ച തമ്പുരാനെ കുറിച്ച് ഒന്ന് ഓർത്ത് കരയാൻ, നമ്മളെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വരാൻ നമ്മൾക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തെ സ്നേഹം എന്ന് പറയുന്നത് മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമാണ്. അല്ലാഹു എന്താണ് എന്നും അല്ലാഹു എങ്ങനെയാണ് എന്നും ഏതെല്ലാം രൂപത്തിൽ അല്ലാഹു നമ്മളെ സ്നേഹിക്കുന്നു എന്നും ഏതെല്ലാം രീതിയിൽ നമ്മൾ അല്ലാഹു കെയർ ചെയ്യുന്നു എന്നും പഠിപ്പിച്ചു തന്ന ആളാണ് മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാനെ കൽബിലേക്ക് കൊണ്ടുവന്നാൽ അള്ളാനെ കണ്ട ആളാണ് മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാനെ കണ്ടത് എങ്ങനെയാണെന്ന് വർണ്ണിക്കാൻ അള്ളാനെ കണ്ടു 9 തവണ പോയ ദിവസമാണ് ഇന്ന് മിഅ്റാജിന്റെ രാത്രി. ജിബ്രീൽ അലൈഹിസ്സലാം അടക്കം അങ്ങോട്ട് പോവാൻ തമ്പിക്കാത്ത രാത്രിയാണ് ഇന്ന്. മിഅ്റാജിന്റെ 27ാമത്തെ രാത്രി. ആ 27ാമത്തെ രാത്രിയിൽ ഖാലിഖായ റാസിഖായ തമ്പുരാനെ ഒന്ന് കാണാനുള്ള അവസരം. ആ അവസരം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി അല്ലാഹുവിനെ കാണുമ്പോ പറഞ്ഞൊരു വാക്കാണ് അത്തഹിയാത്തുൽ മുബാറകാതുസ് സ്വലവാതുത് ത്വയ്യിബാതു ലില്ലാഹ്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് പറഞ്ഞത്, എന്നെ മാത്രം കൂട്ടാൽ പോരാ, അന്ന് നമ്മളെ സ്നേഹിച്ച സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എന്റെ ഉമ്മത്തീങ്ങളെയും കൂടി കൂട്ടണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് റസൂലുള്ളാഹിയുടെ സലാം പറയുമ്പോ
അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾക്ക് വേണ്ടി പറഞ്ഞൊരു വാക്കാണ് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. അല്ലാഹു നമ്മളോട് ഇഷ്ടമാണ് മുഅ്മിനേ. നമ്മൾ അല്ലാഹുവിനെ ഓർക്കണം, അല്ലാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലണം, അല്ലാഹുവിനെ കാണാൻ വേണ്ടി കൊതിക്കണം. ഒരു ഒന്നുമില്ലാത്ത നമ്മള് ഉമ്മാന്റെ വയറ്റിന്റെ ഉള്ളിൽ 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും 9 മിനിറ്റും 9 സെക്കൻഡും എന്നെയും നിങ്ങളെയും ഉമ്മാന്റെ വയറ്റിന്റെ ഉള്ളിൽ ഉമ്മാന്റെ ഹൈദ് രക്തത്തിനെ ശുദ്ധിയാക്കി അമ്പലിക്കൽ കോഡ് വഴി കുഞ്ഞിന്റെ വയറ്റിലേക്ക് കണക്ട് ചെയ്തു കൊടുത്ത് അതിന്റെ അകത്ത് നമ്മളെ സംരക്ഷിച്ച റബ്ബ്, ആ റബ്ബിനെ നമ്മളെ ഖൽബിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് അല്ലാഹുവിനെ നമ്മൾ സ്നേഹിക്കണം, അല്ലാഹുവിനെ ഓർത്തു വന്ന് കരയണം. അല്ലാഹുവിനെ ഓർത്ത് ഇങ്ങനെ കരയണം, പൊട്ടിക്കരയണം. നാളെ ഒന്ന് കാണാൻ കൊതിക്കണം. ബഹുമാനപ്പെട്ട ഖതീബ് ഉസ്താദ് പറഞ്ഞില്ലേ, യുവ ഉസ്താദ് വഫാത്തായ രംഗം പറഞ്ഞിട്ടുണ്ട്. യുവ ഉസ്താദ് അതുവരെ സംസാരിക്കാൻ പറ്റാത്ത മഹാൻ, ഐസിയുന്റെ ഉള്ളിൽ ഒന്നും സംസാരിക്കാൻ പറ്റാതെ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്തു തിരിച്ചയച്ചു. എന്നാൽ തിങ്കളാഴ്ചന്റെ അന്ന് രാവിലെ ആ മഹാൻ ഈ ലോകത്തോട് വിട പറയുമ്പോ ആ മഹാന്റെ വായിലേക്ക് സംസം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. അതുവരെ സംസാരിക്കാത്ത യുവ ഉസ്താദ് അന്ന് പറയുന്നു, സംസം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ മഹാനവറുകൾ പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിനെ കൽബിലേക്ക് എടുത്താ കിട്ടുന്ന സുഖാണ് അത്, നല്ല രസാണ്. അല്ലാഹുവിനെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നീട്ടും കൈകൾ തട്ടല്ലേ അല്ലാ, നേരറിയുന്നോ നീയാണല്ലാ, കാണാ കണ്ണിൽ അത്ഭുതമാണേലും ഈ പാരാകെ മായമാണല്ലാ. നീട്ടും കൈകൾ തട്ടല്ലേ അല്ലാ, നേരറിയുന്നോ നീയാണല്ലാ, കാണാ കണ്ണിൽ അത്ഭുതമാണേലും ഈ പാരാകെ മായമാണല്ലാ. ജനിച്ചത് നോവാൻ വളർന്നതും തേങ്ങല, ഈ കാലമത്രയും കണ്ണീരു മാത്രമാ. ഇലാഹെ സദാദിന്റെ നന്മ തൂകല്ലാ, ഇലാഹെ സദാദിന്റെ നന്മ തൂകല്ലാ. നീട്ടും കൈകൾ തട്ടല്ലേ അല്ലാ, നേരറിയുന്നോൻ നീയാണല്ലാ, കാണാ കണ്ണിൽ അത്ഭുതമാണേലും ഈ പാരാകെ മായമാണല്ലാ. അള്ളാഹിനെ ഓർത്ത് കഴിയുമ്പോ നമ്മളെ കൽബിന്റെ ഉള്ളിലേക്ക് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഒന്ന് കാണാൻ വേണ്ടി നമുക്ക് കൊതിച്ചിട്ടുണ്ടാവുക. എല്ലാവരും പറയാണ് റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെയാണ് എന്ന് നമുക്ക് വർണ്ണിച്ചു തരാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കാണാൻ വേണ്ടി, ഒന്ന് മദീനയിലേക്ക് പോവാൻ വേണ്ടി നമ്മ ആഗ്രഹിച്ചിട്ടുണ്ടാവുമോ? എത്ര കുട്ടികളാ കണ്ട കഥകൾ ഞങ്ങളോട് വന്ന് പറയുന്നത്. ഒരു പിടിയോളം കറുകറുത്ത താടിയുള്ള, അതിലേക്ക് അലങ്കാരമായി കുറച്ച് വെള്ള രോമങ്ങളുള്ള
വെട്ടിയ മീശയുള്ള, സുറുമയിട്ട കണ്ണുള്ള, റാ ഷേപ്പ് പോലെ റൗണ്ട് ഷേപ്പ് ഉള്ള, എണ്ണയിട്ട് വാരി വെച്ചിട്ടുള്ള മുടിയുള്ള, വലിയ ഹൈറ്റും വലിയ കുത്തൊന്നുമില്ലാത്ത, വല്ലാത്ത സൂര്യപ്രകാശത്തിനേക്കാളും തിളങ്ങുന്ന മുഖവുമായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബാക്കൾക്കെല്ലാം കണ്ടു കൊതി തീർന്നില്ല. കണ്ടു കൊതി തീർന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവരെല്ലാം ആ നാട് വിട്ടു പോവാമായിരുന്നു. സ്വഹാബാക്കൾക്ക് റസൂലുള്ളാഹി ഇല്ലെങ്കിൽ പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലെങ്കിൽ അവരെ കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റൂല. ഏതെല്ലാം കോലം കെട്ടി കള്ളും കുടിച്ച് നടക്കുന്ന ബഹുമാനപ്പെട്ട സ്വഹാബാക്കളെ അള്ളാഹുവിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്നപ്പോ അവര് സദാസമയം ജോലിക്ക് പോയി കഴിഞ്ഞാലും തിരിച്ചവർ വീട്ടിലേക്കല്ല ആദ്യം പോകുന്നത്, പൊന്നാര തങ്ങൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള സദസ്സിലേക്ക് ഒളിഞ്ഞിരുന്നു നോക്കും. അടുത്തു പോവൂല, ഒളിഞ്ഞിരുന്നു നോക്കും. ഒരു സൈഡിൽ ആ മുഖം ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. കാണാൻ വല്ലാത്ത മുഞ്ചല്ലേ. കൈ കൊടുത്താൽ, ഒരാളെ കൈ കൊടുത്തു കഴിഞ്ഞാൽ ആ കൈന്റെ അടയാളം ആ ഭാഗത്ത് മുഴുവനും നിൽക്കാൻ പറ്റുന്ന അടയാളമല്ലേ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളുടെ കൽബിന്റെ ഉള്ളിലേക്കും ആ പൊന്നാര തങ്ങളെ കൊണ്ടുവരണം. ഇന്ന് രാത്രി പോയി എന്റെ ഉമ്മമാരും എന്റെ ശബ്ദം ശപിക്കുന്ന ഉപ്പന്റെ ജ്യേഷ്ഠന്മാരും ഇന്ന് രാത്രി പോയി ഒന്ന് കാണാൻ വേണ്ടി കൊതിക്കണം. ഇന്ന് നമ്മുടെ കൽബ് മദീനയിലേക്ക് എത്തി. ആ റൗളന്റെ അകത്ത് കിടക്കുന്ന പൊന്നാര തങ്ങളെ നമ്മളെ കൽബിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ദുആ ചെയ്യും. ഒന്ന് കാണണം. നിങ്ങളെല്ലാം ഇവിടെ വന്നിരുന്നത് മദ് കേൾക്കാനും ഇഷ്ക് കേൾക്കാനാണ്. ആ കേൾക്കുമ്പോ മനസ്സിന്റെ അകക്കാമ്പിൽ ഒന്ന് പറയണം, യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് കാണിച്ചു തരുമോ? എത്ര പേരാ സ്വന്തം തലപ്പാവെടുത്ത് അവരുടെ തലയിലേക്ക് വെച്ച സ്വപ്നങ്ങൾ കണ്ട കഥകൾ. ഒരു റബ്ബിൽ അവ്വലാവുമ്പോ അടുത്ത റബ്ബിൽ അവ്വൽ വരെ 1 കോടി സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിട്ട് മദീനയിലേക്ക് ലയിക്കുന്ന എത്ര കുട്ടികളാ നമ്മളെ മുമ്പിലുള്ളത്. പക്ഷേ നമ്മളെ സ്വയം വിലയിരുത്തണം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും സ്നേഹിച്ച ആളല്ലേ സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ്. ഏറ്റവും സ്നേഹിച്ച ആളാണ്, കറുകറുത്ത ആളാണ്, കറുകറുത്ത കാപ്പിരിയായ ആളാണ്. വെട്ടി മുടിയാണെങ്കിൽ ചുരുള് മുടിയാണ്, മെലിഞ്ഞൊട്ടിയാളാണ്. ഉമ്മയും അടിമയാണ്, ഉപ്പയും അടിമയാണ്. മഹാനായ സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ആദ്യമായി ബാങ്ക് കൊടുത്തത് ബിലാൽ തങ്ങള്, മക്കയിൽ ബാങ്ക് കൊടുത്തത് ബിലാൽ തങ്ങള്, മദീനയിൽ ബാങ്ക് കൊടുത്തത് ബിലാൽ തങ്ങള്, ബൈത്തുൽ മുഖദ്ദസിൽ ബാങ്ക് കൊടുത്തത് ബിലാൽ തങ്ങള്. എങ്ങനെയാണ് ബിലാൽ തങ്ങളെ കിട്ടിയതെന്നറിയോ? 4 ദിവസത്തെ പരിചയം. 4 ദിവസത്തെ പരിചയത്തിനാണ് സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ കിട്ടിയത്. 4 ദിവസം പാല് കൊടുത്തു എന്നത് മാത്രമാണ് പരിചയം. പിന്നെ ബിലാൽ തങ്ങൾക്ക് റസൂലുള്ളാഹി ഇല്ലെങ്കിൽ കഴിയൂല. നമ്മളുടെ കൽബും അങ്ങനെ കൊണ്ടുവരണം. നമ്മളെ ഹൃദയം റസൂലുള്ളാഹിക്ക് ഇങ്ങനെ ലയിക്കണം. മുഅ്മിനേ, ഒരു ദിവസമെങ്കിലും കുറച്ചെങ്കിലും സ്വലാത്ത് ഇങ്ങനെ നമ്മൾ മദീനയിലേക്ക് ചൊല്ലിക്കൊടുക്കണം. ബിലാൽ തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചതിന് ബിലാൽ തങ്ങൾ അനുഭവിച്ച ത്യാഗങ്ങൾ കണക്കില്ല. ചരിത്രം പറയുമ്പോ ആ അംശത്തിലേക്ക് നമ്മൾ എത്തൂല, നമ്മളെ കൊണ്ട് എത്താൻ പറ്റൂല. ബിലാൽ തങ്ങൾ നഗ്നനാക്കി കഴുത്തിന്റെ അവിടെ ചങ്ങലയിട്ട് മരുഭൂമിയിലൂടെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന ഉമയ്യത്തിന്റെ രംഗം, ആ കറുകറുത്ത തൊലി ഇങ്ങനെ പോകുന്ന ഒരു രംഗമുണ്ട്.
ആ തൊലി ഇങ്ങനെ പോയതിനു ശേഷം അതിന്റെ ഉള്ളിൽ നിന്ന് ചുവപ്പ് ചോര ഇങ്ങനെ വരുന്നു. അന്ന് രാത്രി ബിലാൽ തങ്ങൾക്ക് ഉറക്കം വരുന്നില്ല, രാത്രി ഉറങ്ങുന്നില്ല. ആടുകളെ മേയ്ക്കുന്ന ആലയിലാണ് സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കടന്നുറങ്ങിയ രംഗം. അവസാനം ഉമയ്യത്ത് ചെയ്ത പണിയെന്തോ മുഅ്മിനേ, വലിയൊരു കുഴി കുഴിച്ചു. ആ കുഴിന്റെ അകത്തേക്ക് ഒരുപാട് കുപ്പിക്കഷ്ണങ്ങൾ ഇട്ടു, ഒരുപാട് മുള്ളു കഷ്ണങ്ങൾ ഇട്ടു. ഇട്ടതിന് ശേഷം സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ കിടത്തി, നഗ്നനാക്കി ഇങ്ങനെ കിടത്തി, കമിഞ്ഞു കിടത്തി. ആ കമിഞ്ഞു കിടത്തിയതിന് ശേഷം ബിലാൽ തങ്ങളുടെ ശരീരത്തിന്റെ മുകളിൽ വെയിറ്റുള്ള കല്ലെടുത്ത് വെച്ചു കൊടുത്തു. വെയിറ്റുള്ള കല്ലിങ്ങനെ വെക്കുമ്പോ ഈ മുൾകഷ്ണങ്ങളും കുപ്പിക്കഷ്ണങ്ങളെല്ലാം ഈ ശരീരത്തിന്റെ അകത്തിലേക്ക് ഇങ്ങനെ കേറിയിട്ട് അതിന്റെ അകത്തുള്ള ഇറച്ചികൾ മാറാൻ തുടങ്ങി. അപ്പോഴും ബിലാൽ തങ്ങൾ പറയുന്നൊരു വാക്ക്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. എന്തിനാണ് ഇങ്ങനെല്ലാം അനുഭവിക്കുന്നതെന്ന് അറിയോ മുഅ്മിനേ? റസൂലുള്ളാഹിനെ അത്രക്കും ഇഷ്ടമാണ് സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിലൂടെ പോകുമ്പോ ബിലാൽ തങ്ങളുടെ അവസ്ഥ കണ്ടു ഓടി വന്നു ഉമയ്യത്തിനോട് ദേഷ്യപ്പെടുകയാണ്. ഉമയ്യത്തോട് ചോദിക്കാണ്, നിങ്ങൾക്ക് എത്ര പൈസ തന്ന് ഞാൻ വാങ്ങണം? ഉമയ്യത്ത് പറഞ്ഞു, ചാവാനായി, മരിക്കാനായി, അനക്ക് പൈസ വേണ്ട, നീ എടുത്തോണ്ട് പോയിക്കോ. ആ സമയത്താണ് ബിലാൽ തങ്ങൾക്ക് ബോധം പോയിട്ടുണ്ട്, ബിലാൽ തങ്ങൾ ബോധരഹിതനായിട്ടുണ്ട്. അബൂബക്കർ തങ്ങൾ ഈ ബിലാൽ തങ്ങളെ ഒന്നിങ്ങനെ പൊക്കുമ്പോ ശരീരം മുഴുവനും ഇറച്ചിങ്ങനെ നേലാണ്, തൂങ്ങിക്കളിക്കാണ്. തൊലിങ്ങനെ പോവാണ്, തൊലിന്റെ ഇറച്ചിങ്ങനെ നേലാണ്. ആ നേലുന്ന സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് ആരോടുള്ള ഇഷ്കാണ്? മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്കാണ്. ആ ബിലാൽ തങ്ങളെ ഇങ്ങനെ എടുത്ത് കഴുത്തിലേക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിലേക്ക് പോവാണ്. എന്റെ ഉമ്മമാരെ, നമ്മളെ വീട് ഇന്ന് എത്ര വലിയ വീടാണ് എന്ന് ചിന്തിച്ചോക്ക്. റസൂലുള്ളാഹിക്ക് 9 വീടുണ്ടായിരുന്നു. ആ 9 വീടും 4 വീട് ഓലമടഞ്ഞ വീടാണ്. മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ക് വെക്കേണ്ടത്, സ്നേഹിക്കേണ്ടത് ഇതേ ഹബീബിനല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ കൽബ് കൊണ്ടുപോകേണ്ടത് ഇതേ ഹബീബിനല്ലേ. ഒരു മെലിഞ്ഞ് മുളിയിട്ട വീട് 4 എണ്ണം, അതിന്റെ അകത്ത് ഒരാൾ അകത്ത് കയറിയാൽ മുകൾ ഭാഗം മുട്ടുന്നൊരു രംഗം. ആ വീട്ടിന്റെ അകത്ത് ഉമ്മമാരെ ഉള്ളത് ഒരു ചട്ടി, ഒരു കൂജാവെള്ളം നിറച്ചു വെക്കുന്നത്, ഒരു ഗ്ലാസ്, ഇതല്ലാതെ ആ വീട്ടിന്റെ അകത്തില്ല. ആ വീട്ടിന്റെ അകത്തേക്ക് ബെല്ലില്ല. ആ വീട്ടിന്റെ അകത്തേക്ക് അറിയണമെങ്കിൽ നഖത്തിന്റെ നഖം കൊണ്ട് ആ ഓലമടഞ്ഞ വീടിന്റെ പുറത്ത് ആ വാതിലേക്ക് ഇങ്ങനെ ചൊരണ്ടുമ്പോ അതിന്റെ അകത്തുനിന്ന് മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കും, ആരാണ് എന്ന് ചോദിച്ചപ്പോ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അബൂബക്കറാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു. നമ്മളെ കണ്ണിങ്ങനെ ചിമ്മണം, എന്നിട്ട് മദീനയിൽ ഇങ്ങനെ പോകണം, എന്നിട്ട് ബിലാൽ തങ്ങളെ ഇങ്ങനെ ഓർക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
പനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിലധുനിധിയാണേ പടിവാതിൽ ചെറുതടിയാണേ നബി തങ്ങളുടെ പൂങ്കൊടിലാണേ കനിവാങ്ങബിയോരുടെ ഇരപകലുകൾ കണ്ടേ ഹൈറാം സ്വഹബോരുടെ ഇടപെടലുകൾ കണ്ടേ അതു കേട്ട് സിദ്ദീഖിൻ വിളിയാണം യാ റസൂലേ അതിർപ്പൂവാം ബിലാലിൻ സ്വരനാദം യാ റസൂലേ പനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിലധുനിധിയാണേ പടിവാതിൽ ചെറുതടിയാണേ നബി തങ്ങളുടെ പൂങ്കുടിലാണേ. ബിലാൽ റളിയല്ലാഹു അൻഹു പുറത്ത് ഇങ്ങനെ കിടക്കാണ്. ബിലാൽ തങ്ങൾ ഇങ്ങനെ പുറത്ത് കിടക്കുമ്പോ റസൂൽ അതിന്റെ അകത്ത് ചോദിക്കാൻ ആരാ വന്നേ? അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അബൂബക്കറാണ്. പൊന്നാര തങ്ങൾ ആ ചെറ്റ ആ ഓലമടഞ്ഞ വാതിൽ ഇങ്ങനെ തുറന്ന് പുറത്തു വരുമ്പോ റസൂലുള്ളാഹി തങ്ങൾ കാണുന്നത് സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെയാണ്. റസൂലുള്ളാഹിന്റെ ഖൽബ് സോഫ്റ്റ് ആണ്. ജീവിതത്തിൽ ഒരാളെ റസൂലുള്ളാഹി തല്ലിയിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിക്കാൻ വേണ്ടി പറയാണ്. ഞാനൊരു ഉസ്താദാണ്, നമ്മളിടക്കിടക്ക് തല്ലേണ്ടി വരും. പൊന്നാര തങ്ങൾ ഇന്ന് വരെ ഒരാളെ തല്ലിയിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ദേഷ്യപ്പെട്ടു ഒന്നും നോക്കിയിട്ടില്ല. ഇതെന്തിനാ ഇതെല്ലാം പറഞ്ഞതെന്നറിയോ? ഈ ക്ലാസ് കഴിയുമ്പോ 9 മണിയാകുമ്പോ നിർത്തും. ഈ ക്ലാസ് കഴിയുമ്പോ നിങ്ങളെല്ലാം ഒന്ന് കരയണം. ഒന്ന് എണീച്ച് കണ്ണ് ചിമ്മി മദീനയിലേക്ക് ഒന്ന് പോവാനുണ്ട്. എന്നിട്ട് ആ റൗളന്റെ അകത്ത് ഇങ്ങനെ കറങ്ങണം. റൗളന്റെ അടുത്ത് പോണം. എന്നിട്ട് ആ മദീനന്റെ അകത്ത് ഇങ്ങനെ പോണം. മദീനന്റെ ഉള്ളിലേക്ക് കേറണം. കേറിയിട്ട് ബാബു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാതിലൂടെ ഇങ്ങനെ കേറി ആ റൗളന്റെ പുറത്ത് നമുക്ക് കുറച്ച് സമയം നിൽക്കണം. എന്നിട്ട് നമ്മളൊന്ന് കൽബൊന്ന് ശുദ്ധിയായി പൊന്നാര തങ്ങളോട് സംസാരിച്ച് ഒന്ന് കണ്ണെന്ന് വെള്ളം വന്ന് പൊട്ടിക്കരഞ്ഞ് നമുക്ക് പിരിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിലാൽ തങ്ങള് പുറത്ത് കിടക്കുമ്പോ റസൂൽ ഓടി വരികയാണ്. ആ പൊന്നാര തങ്ങള് ബിലാൽ തങ്ങളെ എടുക്കുന്നു. സ്വന്തം ഷറഫാക്കപ്പെട്ട കാൽ ഇങ്ങനെ കിടത്തുന്നു. ആ സമയത്താണ് ഹിഷ്ക അവിടെയാണ്, സ്നേഹം അവിടെയാണ്. റസൂൽ ബിലാൽ തങ്ങൾ ഇങ്ങനെ വിളിക്കാണ്, ബിലാലെ ബിലാലെ ഇങ്ങനെ വിളിക്കാണ്. ബോധരഹിതനായ ബിലാൽ, ബോധമില്ലാത്ത ബിലാൽ റളിയല്ലാഹു അൻഹു കണ്ണു തുറക്കുന്നില്ല. പൊന്നാര തങ്ങൾ വീണ്ടും വിളിക്കുന്നു, യാ ബിലാൽ യാ ബിലാൽ, ഒന്ന് കണ്ണു തുറക്കോ ബിലാലേ. ആ സമയത്താണ് സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കണ്ണു തുറക്കുന്നു. ബിലാൽ തങ്ങൾ പൊട്ടിക്കരയുന്നു. പൊന്നാര തങ്ങൾ ചോദിക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ബിലാലെ വേദന കൊണ്ട് സഹിക്കുന്നില്ല ബിലാലെ, വല്ലാത്ത വേദനയാണോ ബിലാലെ, വേദന കൊണ്ട് കരയാണോ ബിലാലെ? അപ്പോഴാണ് പറയുന്നത്, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ബിലാലെ ബിലാല് തങ്ങൾ പറയാണ്, എനിക്കൊരു വേദനയും ഇല്ല ഹബീബേ. ഇവിടെയാണ് ഇഷ്ക്. എനിക്ക് എന്റെ ഹബീബിനെ കിട്ടിയല്ലോ, എനിക്ക് എന്റെ നബിയെ കിട്ടിയല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എനിക്കൊരു വേദനയില്ല ഹബീബേ. മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ദിവസമാ ഒന്നിച്ചിട്ടുണ്ടായത്?
റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും സന്തോഷിപ്പിക്കണമെങ്കിൽ ബിലാൽ തങ്ങളെ വിളിച്ചു പറയും, അരിഹ്നാ യാ ബിലാൽ, എന്നൊന്ന് സന്തോഷിപ്പിക്കു ബിലാല്. അപ്പോഴാണ് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നത്. ആ ബിലാൽ തങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം പിന്നെ മദീനയിൽ നിൽക്കാത്ത ബിലാൽ റളിയല്ലാഹു അൻഹു, ബാങ്ക് കൊടുക്കാത്ത ബിലാൽ റളിയല്ലാഹു അൻഹു. ഇഷ്കാണ് നമ്മളെ ഖൽബിന്റെ ഉള്ളിൽ നമ്മൾ എത്ര ഇഷ്ക് വെച്ചിട്ടുണ്ടാവും. ഇന്ന് ഞങ്ങളോട് ചോദിക്കുന്നില്ല, ഇന്നൊരു 100 സ്വലാത്ത് ചെല്ലിയവർ എത്ര പേരുണ്ടാവും? ഇന്നൊരു 100 സ്വലാത്ത് ചെല്ലിയവർ കൈവന്തിക്കാൻ പറഞ്ഞ് നിങ്ങൾ എണിച്ചിട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ പറയാത്ത. ചെല്ലണം. ചെല്ലുന്ന ഇങ്ങനെയാണ് അങ്ങനെ പോകും. തസ്ബീഹ് എങ്ങനെ ഉണ്ടാവും? ഒന്ന് കാണണം വേണ്ടി കൊതിച്ചിട്ട് ചെല്ലണം. ബിലാൽ തങ്ങളെ സ്നേഹം നമുക്ക് കൊണ്ടുവരണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇഷ്ക് എങ്ങനെയാ? 2 വയസ്സിന്റെ ഡിഫറന്റ് ആണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹിയും തമ്മിലുള്ള ഡിഫറൻസ്. 2 വയസ്സിനുള്ള ഡിഫറന്റ് ആണ്. 2 വയസ്സുള്ള ഡിഫറന്റ്. 63 വയസ്സുള്ള റസൂലുള്ളാഹിയും 61 വയസ്സുള്ള സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരു ചോദ്യം ചോദിച്ചാല് കൈ പൊന്തിക്കോ? പെണ്ണുങ്ങളല്ല, റസൂലുള്ളാഹിനെ കാണണം കൊതിയുള്ളവരൊന്ന് കൈ പൊന്തിക്കോ. കേട്ടില്ലേ? പൊന്നാര തങ്ങളെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ കൈ പൊന്തിക്കാം. ഇടത്തെ കൈ പൊന്തിക്കുന്നവർ കള്ളന്മാരെന്ന വില തന്നെ പൊന്തിക്കണം കേട്ടോ. കുറെ ആൾ പൊന്തിച്ചിട്ടേ ഇല്ല. കാണാനേ ആഗ്രഹമില്ല. കാണാൻ ആഗ്രഹമുള്ളവർ പൊന്തിക്കാം. മാഷാ അല്ലാഹ്. അല്ലാഹു നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. കാണാൻ വേണ്ടി ഞാൻ കുറെ ദൂരാണ്. കാണാൻ വേണ്ടിട്ട് എന്തൊക്കെ ചെയ്യാറുണ്ടോ? സ്വലാത്തല്ലുണ്ടോ? രാത്രി കിടക്കുമ്പോ ഒന്ന് കാണണം എന്ന് വിചാരിച്ച് നമുക്ക് കിടന്നിട്ടുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം. വേണമെങ്കിൽ ഒരു അനുഭവം പറഞ്ഞുതരാം. ആരും എവിടെയൊന്നും ചോദിക്കരുത് കേട്ടോ. ഒരു കുട്ടി ക്ലാസ്സിൽ ഇങ്ങനെ കരിയാണ്. ആ കുട്ടിയോട് ചോദിച്ചു, ഉസ്താദ് ചോദിച്ചത്രേ, എന്തിനു മോളെ നീ ഇങ്ങനെ കരയുന്നേ? ഉസ്താദിന് സംശയായി, ആ കുട്ടിക്ക് എന്തോ ഹൈലിന്റെ സമയായോ, അതുകൊണ്ട് വയറുവേദന കൊണ്ട് കരയാണോ എന്നുള്ളൊരു സംശയം വന്നു. ആ ഉസ്താദ് എന്ത് ചെയ്തു എന്നറിയോ? ഉസ്താദിന്റെ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, മോളെ ഉമ്മാക്ക് ആർക്കെങ്കിലും വിളിച്ചോ, എന്നിട്ട് രാത്രി മദ്രസയാണ്, നീ തിരിച്ചു പോയിക്കോന്ന്. പക്ഷെ ആ കുട്ടി മുസാഫ് എടുത്ത് ഇങ്ങനെ ഓതാണ്. അപ്പൊ കുട്ടിക്ക് ഉസ്താദിന് സംശയം പോയി. അയലുണ്ടെങ്കിൽ എന്തായാലും ശുദ്ധിയില്ലെങ്കിൽ എന്തായാലും മുസാഫ് തൊടൂല. സുബ്ഹാനല്ലാഹ്. പിന്നെ സംഭവിച്ചത് എന്തെന്നറിയോ? ആ കുട്ടി 7 മണിക്ക് കരയാൻ തുടങ്ങിയ കുട്ടി 9 മണി വരെ ആ കുട്ടി കരഞ്ഞത്രേ. 9 മണി വരെ. 9 മണി കഴിഞ്ഞ ശേഷം ആ കുട്ടിയോട് പോയിട്ട് ഉസ്താദ് ചോദിച്ചത്രേ, എന്തിനാ മോളെ നീ ഇങ്ങനെ കരഞ്ഞത് എന്ന് ചോദിച്ചു മദ്രസ വിട്ടപ്പോ. അപ്പൊ പെൺകുട്ടി പറഞ്ഞത്, ഞാൻ റസൂലുള്ളാഹിനെ കണ്ടതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ ഉസ്താദ് വർണ്ണിക്കുന്നതിനെങ്ങാട്ടി നല്ല ഭംഗിയായി ആ കുട്ടി ഇങ്ങനെ പറയല്ലോ, ചുവന്ന ചിരിയാണ് കേട്ടോ റസൂലുള്ളാഹിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്ത വെളുപ്പുള്ള പല്ലാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടത് സ്വപ്നത്തിലല്ല, അതും നോക്കണം. ആ കുട്ടി ഇങ്ങനെ തസ്ബീഹ് ചൊല്ലത്രേ. മഗ്‌രിബിന് മദ്രസയിൽ പോയിട്ട് തസ്ബീഹ് ഇങ്ങനെ പറയുമ്പോ കണ്ടതാണ് ആ കുട്ടിയുടെ ഖൽബ് എത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഇഷ്ക് വെച്ചിട്ടുണ്ടാവുമെന്ന് നമ്മൾ ചിന്തിച്ചു. അതാണ് മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളും കാണാൻ വേണ്ടി കൊതിക്കണം. മദീനയിലേക്ക് നമ്മൾ ഒന്ന് പോകണം. മദീന മുനവ്വറ ഒന്ന് കാണണം. മണ്ണിൽ ഇനിയില്ല ഇതുപോലൊരാളും, മണ്ണിൽ ഇനിയില്ല ഇതുപോലൊരാളും,
ജന്മം നമുക്കായി സമർപ്പിച്ച ദേഹം തീയും കനലും പതക്കുന്ന കാലം, തീയും കനലും പതക്കുന്ന കാലം, ശാന്തമാക്കുന്ന സ്നേഹാർദ്രഗാനം ലോകത്തൊരു കാതും കേൾക്കാത്തതില്ല. എൻ്റെ പ്രിയരം ഹബീബിൻ്റെ നാമം, കാലം മറക്കാത്ത വചനങ്ങളെല്ലാം തിരുനാവാലെ മൊഴിനുള്ള നാദം, പൊട്ടിത്തകരുന്ന ഹൃദയങ്ങളേതോ മുട്ടി വിളിച്ചാൽ തുറക്കും കവാടം, പൊട്ടിത്തകരുന്ന ഹൃദയങ്ങളേതോ മുട്ടി വിളിച്ചാൽ തുറക്കും കവാടം. കെട്ടുമൂന്നിൽ അമരുന്ന കാലം, കൂട്ടിനായി വന്ന് ചേരും സഹായം ലോകത്തൊരു കാതും കേൾക്കാത്തതില്ല. എൻ്റെ പ്രിയരം ഹബീബിൻ്റെ നാമം, കാലം മറക്കാത്ത വചനങ്ങളെല്ലാം തിരുനാവാലെ മൊഴിനുള്ള നാദം. മദീനയിലേക്ക് ഇങ്ങനെ പോണം, മദീന റൗളയിലേക്ക് ഇങ്ങനെ കിടക്കണം. മദീനയെ സ്നേഹിച്ച മഹത്തുക്കൾ മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു മദീന എന്ന് കേൾക്കുമ്പോൾ കരയും. മദീനത്ത് നിന്ന് ആരെങ്കിലും വന്നു എന്ന് പറഞ്ഞാൽ അവരെ കണ്ണിലേക്ക് ചുംബിക്കും, അവരുടെ കൈകളിലേക്ക് ചുംബിക്കും, മുഖത്ത് ചുംബിക്കും. മദീന നമ്മളെ ഹൃദയം മുഴുവനും മദീനയിലേക്ക് ചേരണം. ഖൽബിന്റെ അകം മദീനയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്നേഹം വരും. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം. 53 വയസ്സുള്ള റസൂലുള്ളാഹിനെ ആ മലന്റെ മുകളിൽ പൊക്കിക്കൊണ്ടു പോകണമെങ്കിൽ എന്തൊരു സ്നേഹമായിരിക്കും. അതുപോലെ ആ പാമ്പ് അതിൻ്റെ അകത്ത് 500 കൊല്ലം കറങ്ങി വന്ന പാമ്പ് 500 കൊല്ലം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി കൊതിച്ചു വന്ന ആ പാമ്പിന്റെ സ്നേഹം എത്രയായിരിക്കും? അതൊരു വല്ലാത്തൊരു ഇഷ്കായിരിക്കൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി പോയതിനു ശേഷം പിന്നെ ആ ഒട്ടകം മദീനത്ത് നിന്നില്ലല്ലോ, പിന്നെ ആ ഒട്ടകം പോയില്ലേ? പറ്റുമെങ്കിൽ എല്ലാരും ഒന്ന് എണീക്കാം. പറ്റുമെങ്കിൽ ഒന്നെല്ലാരും എഴുന്നേക്കാം. 15 മിനിറ്റ് ഉള്ളൂ, അതുകൊണ്ടാ ഒന്നെല്ലാരും എഴുന്നേക്കാം. പറ്റുന്നവർ എഴുന്നേക്കണേ. എനിക്കൊന്ന് ഉമ്മമാര് പറ്റുന്നവർ എണീക്കുക. എനിക്കൊന്ന് കണ്ണ് ചിമ്മ, ഒന്ന് കണ്ണ് ചിമ്മോ. കണ്ണ് ചിമ്മെന്ന് വെച്ചാൽ മനസ്സിലായില്ലേ? കണ്ണടക്ക. ഓക്കെ, ഒന്ന് കണ്ണടക്ക. കണ്ണടച്ചിട്ട് റൗള മാത്രം ഒന്ന് ചിന്തിച്ചു നോക്ക. വേറെ ഏടി ചിന്ത പോരുത്. ഭാര്യ ഓർക്കരുത്, മക്കളെ ഓർക്കരുത്, വേറെ ആരും ഇപ്പൊ ഓർത്തിരണ്ട. രാത്രി തല്ലുള്ളൂ, അതും ഓർത്തിരണ്ട. നമുക്ക് ഇപ്പൊ ഓർക്കേണ്ടത് റസൂലുള്ളാഹി മാത്രം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം നിയത്ത് വെക്ക, ഞങ്ങൾക്ക് ഇന്നൊന്ന് കാണണം. വേറെ നിയത്തൊന്നുമല്ല. ഈ MISR വെച്ചതിന് യുവജന സംഘം വെച്ചതിനുള്ള ഗുണം ഉണ്ടാവണമെങ്കിൽ ഇന്ന് ഒന്ന് ആഗ്രഹിക്കാം, ഒന്ന് നമുക്ക് കാണണം. ഇന്ന് രാത്രി കിടക്കുമ്പോ നമ്മളടുത്തേക്ക് എന്നിട്ട് നമ്മ കൽബിനോട് ചോദിക്കണം, എന്ത് കാരണത്താലാണോ നമ്മൾക്ക് കാണാത്തത്? എന്റെ ഇഷ്ക്, എന്റെ കൽബ് അങ്ങോട്ടേക്ക് എത്താത്തതാണോ? നമ്മ ഇപ്പൊ മരിക്കുന്നൊന്നും അറിയില്ല. എപ്പോഴാ മരിക്കുന്നത്? ഇന്നും ഒതുകൊടുക്കുമ്പോ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്റെ അവസാനത്തെ ഒതുവാണ്. മനസ്സിൽ തോന്നൽ വന്നിട്ടുണ്ട്, അവസാനത്തെ ഒതുവാണ്. ഉമ്മാടെ യാത്ര കഴിഞ്ഞ് വരുമ്പോ ചിന്തിച്ചിട്ടുണ്ട്, അടുത്ത ആഴ്ച തിരിച്ച് ഉമ്മാനെ കാണാൻ വേണ്ടി പോകാൻ പറ്റുമോ ഇല്ലേ എന്ന്. അറിയില്ല, അല്ലാഹു അഅലം. അതുകൊണ്ട് നമുക്കൊന്ന് അല്ലാഹുവായിട്ട് ലയിക്കാം.
നമുക്കൊന്ന് അല്ലാഹുവിനെ കാണണം, അങ്ങനെ ലയിക്കണം. നമ്മളെ ഖൽബ് ഒന്ന് റസൂലുള്ളാഹിക്ക് ലയിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നമുക്ക് ഈ ഇഷ്കോട് കൂടെ മദീനത്തേക്ക് പോകാൻ ഒരു നിയത്ത് ഉണ്ടാക്കണം. അത് ആഗ്രഹിച്ചിട്ട് പോകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇങ്ങനെ കഥ പറയും, ഇങ്ങനെ സ്റ്റോറി പറഞ്ഞോടിക്കും, ഒന്ന് ഓർത്ത് കണ്ണിന്ന് വെള്ളം വരണം. വെള്ളം വന്നില്ലെങ്കിൽ ഉമ്മമാരെ, എൻ്റെ ഉപ്പമാരെ, പുറത്തുള്ളവർ പറ്റുന്നെങ്കിൽ വരിക ഉള്ളിലേക്ക്, ചിന്തിക്ക, ഞാൻ ഇത്രയും വലിയ തെമ്മാടിയാണോ എന്ന് ചിന്തിക്കുക. എന്നിട്ട് നമ്മളെ കൽബ് നേരെ റൗളന്റെ അകത്ത് പോയി, ആ റൗളന്റെ, ഇനിയിപ്പോ ഇങ്ങനെ മേശപ്പാണ്, അതിൽ റസൂലുള്ളാഹിന്റെ പാട്ട് തന്നെ ഇങ്ങനെ പാടാണ്. നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ പോവും, നീക്ക് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അത് കേട്ടിട്ടാകുമ്പോ കൽബ് അങ്ങോളെത്തും. അപ്പൊ നമ്മളെ ഹൃദയം റൗളയിലേക്ക് എത്തും. റൗളയിൽ നിന്ന് ഇങ്ങോട്ട് ഇപ്പൊ ഒന്ന് നോക്കുന്ന ഒരാളുണ്ട്. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോ നമ്മൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെല്ലുന്ന ഒരാളുണ്ട് അവിടെ. നമ്മൊരു നന്മ ചെയ്യുമ്പോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് കരയുന്ന ഒരാളുണ്ട് നമ്മൾക്ക്. 1500 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ സ്നേഹിച്ചൊരു ഹബീബ് ഉണ്ട് അവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. 1500 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ കാണാൻ കൊതിച്ച ഒരു ഹബീബ് ഉണ്ട്, മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. നല്ലോണം കാലുവേദന വരുമ്പോ നിങ്ങൾ അവിടെ ഇരുന്നോളി, പ്രശ്നമില്ല. ഇല്ലെങ്കിൽ അങ്ങോട്ട് ഇപ്പൊ ഹൃദയം കൊണ്ടുപോകേണ്ടത് മദീനത്തേക്കാണ്. മദീനത്ത് റൗളന്റെ മുമ്പിൽ പോയവരാണെങ്കിൽ ആ വാതിലിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണം. അതല്ല, പോവാത്തവരാണെങ്കിൽ ആ പച്ചക്കുബ്ബ ഓർക്കണം. ആ വീഡിയോ കണ്ടവരാണെങ്കിൽ അതിന്റെ അകത്ത് ഒന്ന് ഓർക്കണം. ഓർത്തിട്ട് മനസ്സിന്റെ ഉള്ളിൽ പൊട്ടിക്കരയണം. ഒന്ന് കാണിച്ചു തരും. കണ്ടവരുടെ കഥകൾ കേൾക്കുമ്പോ ഒന്ന്, ഞങ്ങൾക്ക് എത്രയോ പ്രായമായി, എത്രയോ വയസ്സായി, ഞങ്ങൾ പോവാനായി. പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഇന്ന് രാത്രി എന്നെ കാണണം. അതിന്റെ തെറ്റെന്താണോ എന്നുള്ളത് നമ്മളെ കൽബിന്റെ അകത്ത് കൊണ്ടുവരണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നിട്ട് കൽബിന്റെ അകത്ത് ഇങ്ങനെ സ്വലാത്ത് റസൂലുള്ളാഹിക്ക് ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. നാവിലല്ല, ഹൃദയത്തിന്റെ അകത്ത് റസൂലുള്ളാഹിക്ക് ഇങ്ങനെ സ്വലാത്ത് ചൊല്ലി ആ റൗളന്റെ മുമ്പിൽ നിൽക്കണം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കണ്ണടക്ക, മദീന മാത്രം ചിന്തിക്ക, ആ പച്ചക്കുബ്ബ മാത്രം ചിന്തിക്ക. 10 കൊല്ലം റസൂലുള്ളാഹ് താമസിച്ച മദീന ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഞങ്ങളെ എല്ലാ ദിവസവും നോക്കി നിൽക്കുന്ന മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ കൽബിന്റെ ഉള്ളിലേക്ക് ഇഷ്ക് ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് പറയാ, യാ ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അൻക്ക് ഇഷ്ടാണ് ഹബീബേ, അൻക്ക് വല്ലാത്ത ഇഷ്ടമാണ്. എനിക്ക് വേണ്ടിയിട്ടല്ലേ പൊന്നാര തങ്ങളെ, എനിക്ക് വേണ്ടിയിട്ടല്ലേ തല പൊട്ടിയത്. തലയിൽ നിന്ന് ഷറഫാക്കപ്പെട്ട തലയിൽ നിന്ന് ധാരധാരയായി ചോര വന്നതില്ല ഹബീബേ. ഉഹുദ് യുദ്ധം കഷ്ടപ്പെട്ടത് എനിക്ക് വേണ്ടിയിട്ടല്ലേ ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് വേണ്ടിയിട്ടല്ലേ ഹബീബേ. 48 കിലോമീറ്ററോളം ത്വായിഫിൽ നിന്ന് കുട്ടികൾ കല്ലെറിയുമ്പോ 48 കിലോമീറ്ററോളം ഓടി നടന്ന ഹബീബല്ലേ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 1-2 കിലോമീറ്റർ അല്ല, 48 കിലോമീറ്റർ. കാസർഗോഡ് നിന്നും മംഗലാപുരം വരെ നമ്മളുടെ കണക്ക് വെച്ചാൽ നിർത്താതെ ഓടിയ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിന്റെ അകക്കാമ്പിൽ കൊണ്ടുവരണം. യാ ഹബീബല്ലാഹ്, ഒരു പിടിയോളം കറുകറുത്ത താടിയുള്ള ഹബീബേ, ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുവോ ഹബീബേ.
ഞങ്ങൾ എന്ത് കാരണമാണോ നിങ്ങളെ കാണാത്തത്, ഞങ്ങൾ നിസ്കരിക്കാത്തത് കൊണ്ടാണോ, അതല്ല ഞങ്ങളെ കണ്ണുകൊണ്ട് ഒരുപാട് ഹറാം കണ്ടത് കൊണ്ടാണോ, ഞങ്ങളെ ചെവി കൊണ്ട് ഹറാം കേട്ടതാണോ, ഞങ്ങളെ നാവ് കൊണ്ട് ഹറാം സംസാരിച്ചതാണോ, ഏതാണ് കാരണമെങ്കിൽ ഇന്ന് ഞങ്ങൾ നിന്നോട് തൗബ ചെയ്തു മടങ്ങുന്നു അല്ലാ. ഞങ്ങളുടെ ഇഷ്ക് മജ്ലിസിൽ ഞങ്ങളുടെ കൽബിനെ ഒന്ന് മദീനയിലേക്ക് കൊണ്ടുപോകണം. ഞങ്ങളെ മദീന റൗളയിലേക്ക് എത്തണം. അവിടെയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നത്. എന്തൊരു സ്നേഹമായിരുന്നു അബൂബക്കർ തങ്ങൾക്ക്, എന്തൊരു ഇഷ്ടമായിരുന്നു അബൂബക്കർ തങ്ങൾക്ക്, എന്തോരു സ്നേഹത്തിന്റെ പൂച്ചെണ്ടുകൾ എറിയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഹബീബേ വയറ്റിന്റെ അകത്തേക്ക് 3 കല്ല് കെട്ടിക്കിടന്നത്? വല്ലാത്ത വിശപ്പ് കൊണ്ട് സഹിക്കാൻ പറ്റാത്തൊരു രംഗം. കണ്ണ് ചിമ്മി മദീനയിൽ തന്നെ കൊണ്ടുപോകണം. മദീന റൗളന്റെ പുറത്ത് നിൽക്കണം. എന്നിട്ട് റൗളന്റെ അകത്ത് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കണം. മഹാനായ CM അടൂർ വലിയുള്ള പോയപ്പോ അതിന്റെ അകത്തുനിന്ന് പ്രകാശം വന്ന് ബോധം കെട്ടു വീണതാണ്. മഹാനായ റിഫായി ശേഖ് തങ്ങൾ പോയപ്പോ അതിന്റെ അകത്തുനിന്ന് കൈ പുറത്ത് വന്ന് ഷറഫാക്കപ്പെട്ട കൈ മുത്തിയതാണ്. ആ കൈകൾ മുത്താൻ, ആ ഷറഫാക്കപ്പെട്ട മുഖം ഒന്ന് കാണാൻ ഞങ്ങൾക്ക് കഴിയണം ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന റൗളന്റെ അകത്തിങ്ങനെ നിന്ന്, റൗളന്റെ അകത്തിങ്ങനെ നിന്ന് ആ പൊന്നാര തങ്ങളെ ഒന്ന് ഇങ്ങനെ കാണാൻ കണ്ണു തുറക്കരുത്. റസൂലുള്ളാഹിനെ മാത്രം ചിന്തിക്കണം, റസൂലുള്ളാഹിനെ മാത്രം ലയിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹേ ഞാൻ കണ്ടിടുവാനായത്ര കൊതിത്ത്, മുത്താറ്റൽ നൂറുള്ളാന്റെ സ്വലാത്തു മുരത്തതിനാലാശിത്ത്, മുത്തഖിയല്ലേലും തങ്ങളെ കാണും നബവി മാമധുരത്ത്, മുത്തഖിയല്ലേലും തങ്ങളെ കാണും നബവി മാമധുരത്ത്, മുത്തേനാനെന്ന് തുടങ്ങിയതാണി വേദന കോർത്തിടും ബൈത്ത്, പുന്നാരപ്പൂവിൻ്റെ കവിൾ തടമെന്തൊരലങ്കാരം, പൊന്നൂറിൻ്റെ പ്രഭാകിരണങ്ങൾ കെന്തു ചമൽക്കാരം, പുഞ്ചിരി കണ്ടാലതു മതി ജീവിത വിജയ പുരസ്കാരം, പഞ്ചാര തിരുമേനി മണത്തവർ ഇരുജഗമിൽ താരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൗളന്റെ അകത്ത് ഇങ്ങനെ നിൽക്കണം. അവിടെയാണ് ഉമർ തങ്ങൾ ഉള്ളത്. വയറ്റിന്റെ അകത്ത് നിന്ന് ബാക്കിലൂടെ കത്തികുത്തി ആ വയറ്റിൽ മുഴുവനും കൊടൽമാല പുറത്തു വന്ന് സുബഹി നിസ്കാരത്തിൽ ഷഹീദായി പോയ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി തങ്ങളെ വല്ലാത്ത സ്നേഹിച്ച സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രിയാകുമ്പോ സ്വന്തം വീട്ടിൽ പോയി ചാട്ടവാറെടുത്ത് സ്വന്തം ശരീരത്തിലേക്ക് ഇങ്ങനെ അടിച്ചടിച്ച് ഉമറേ നീ നന്നാവന്റെ ഉമറേ എന്ന് പറയുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ കിടക്കുന്ന സ്ഥലം റൗളന്റെ അകത്ത്. എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിൽ നിന്ന് ഖത്തീബ് ഉസ്താദ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു കഥ പറയുമ്പോ പേര് വിളിക്കുമ്പോ നമ്മളെ കണ്ണിന്ന് ഒരു തുള്ളി വെള്ളം വന്നിട്ടുണ്ടോ നോക്ക്, അവിടെ ഇഷ്കുണ്ടോ നോക്ക്. പിന്നെയാണ് ഉസ്മാൻ തങ്ങള് സ്വന്തം കൈവെട്ടി 2 കാലിന് വെട്ടി. സ്വന്തം ഭാര്യ അടുത്ത് വന്നപ്പോ ഭാര്യനെ പുറത്തേക്ക് തള്ളിയിട്ടു. അന്ന് ഭാര്യയുടെ കൈനെ വെട്ടി. എന്നിട്ട് സയ്യിദുനാ ഉസ്മാൻ തങ്ങൾ മുസാഫ് ഓതിക്കൊണ്ടുണ്ടായിരുന്നു. ഉസ്മാൻ തങ്ങള്
മരിച്ചു പോവാണ്, ഷഹീദായിട്ട് പോവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം മരണം വരെ സ്വപ്നം കണ്ടുകൊണ്ടുണ്ടായ ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ബിലാൽ തങ്ങളോട് ചോദിച്ചത്, ബിലാലെ എന്നോട് ചൊടിച്ചിനോന്ന് ചോദിച്ചത് മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഇവിടെ നിൽക്കുന്ന എന്റെ മുഅ്മിനീങ്ങളോട് ചോദിക്കാണ്, ഇനിയെങ്കിലും ഈ പൊന്നാര തങ്ങളെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ, ഇഷ്ക് വെച്ചിട്ടില്ലെങ്കിൽ, ഒന്നോർത്ത് കരഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളുടെ ജീവിതം എന്തായിരിക്കുമെന്ന് ഓർക്കും. അവസാന കാലഘട്ടമാണ്, എന്തെല്ലാ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും വരുന്ന കാലഘട്ടമാണ്. നമ്മൾക്ക് പിടിച്ചു നിൽക്കണം. പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് റസൂലുള്ളാഹി വേണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് റസൂലുള്ളാഹിനെ ഇങ്ങനെ നമ്മളൊരു ലൈഫിൽ മാറ്റിക്കൊണ്ടുവരിക. ഇന്ന് തീരുമാനിക്കും അല്ലാഹുവിനെ വല്ലാത്ത സ്നേഹിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഇരുന്നോളി കാലുവേദനിച്ചു. റസൂലുള്ളാഹിനെ വല്ലാത്ത സ്നേഹിച്ച്, അല്ലാഹുവിനെ വല്ലാത്ത സ്നേഹിച്ച് 5 വക്ത് നിസ്കാരം നിസ്കരിച്ച് ഉറങ്ങാത്ത റബ്ബ്, ഞാൻ ഉറങ്ങിയാൽ നിന്റെ ചെവി ഓപ്പൺ അല്ലേ, നിന്റെ കണ്ണ് ഓപ്പൺ അല്ലേ, നിന്റെ വായ് ഓപ്പൺ അല്ലേ, ഇതിന്റെ അകത്ത് ആരാ എന്താ പോവാ? ലാ തഖുദുഹു സിനതുൻ വലാ നൗം. ഉറങ്ങാതെ നോക്കി നിൽക്കുന്ന അതൊരു ഇഷ്കല്ലേ? അല്ലാഹുക്ക് ഇങ്ങോട്ട് ഇഷ്ടല്ലേ? അല്ലാഹുക്ക് ഭയങ്കര ഇഷ്ടാണ്. അങ്ങോട്ടേക്ക് കൊടുക്കണം. റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടാണ്, തിരിച്ചു കൊടുക്കണം. ഇനി മുതൽ എന്റെ ഉപ്പമാരെ, എന്റെ ഉമ്മമാരെ, യുവാക്കളെ, എല്ലാ നിസ്കാരം കഴിഞ്ഞ ശേഷം അള്ളാഹിനോടും അള്ളാഹിന്റെ റസൂലിനോട് പറയണം, എനിക്ക് ഇഷ്ടാണ് ഹബീബേ, ഞാൻ നല്ലവനൊന്നുമല്ല, ഒരുപാട് തെറ്റ് ചെയ്തവനാ, കണക്കില്ലാത്ത തെറ്റാ, പറഞ്ഞാൽ തീരാത്ത തെറ്റാ. പക്ഷേ നീ ഒരാൾക്ക് പോലും അത് പരസ്യമാക്കി കൊടുത്തിട്ടില്ല റബ്ബേ. നീ എല്ലാം രഹസ്യമാക്കി വെച്ച റബ്ബാണ് നീ. നിനക്ക് ഞങ്ങളോട് അത്രക്കും ഇഷ്ടമാണ്. ഞങ്ങളെ കാലിൽ ഒരു മുള്ളു തുറച്ചാൽ മലക്കുകളോട് പറയുന്ന ഒരു വാക്കുണ്ട്, ആ മനുഷ്യന്റെ ചെറുദോഷങ്ങൾ നീ പുറത്തു കൊടുക്കണേ. അത്ര ഇഷ്ടാണ് അല്ലാഹുക്ക് നമ്മളെ, അത്ര ഇഷ്ടം. ഏതെങ്കിലും ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ 7 മണിക്കൂറോളം വെയിറ്റ് ചെയ്യുന്ന റബ്ബിന്റെ ഇഷ്ടം, ഇഷ്ക് വേറെ ആർക്കും ഉണ്ടാവില്ല. 7 മണിക്കൂറോളം നമ്മളിങ്ങനെ ഓർത്ത് നിൽക്കുന്ന ഒരു റബ്ബ്, ആ റബ്ബിനോടുള്ള സ്നേഹം നമ്മൾ കൊണ്ടുവരണം മുഅ്മിനീങ്ങളെ. അതേപോലെ തന്നെയാണ് മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം. അതിങ്ങനെ കൽബിലേക്ക് കൊണ്ടുവരണം. ഇന്നു മുതൽ കഴിവിന്റെ പരമാവധി സ്വലാത്ത് ഇങ്ങനെ ചെല്ലണം. പോണോ കുറച്ച് പോയേ? ഓക്കെ, എന്തോ പറഞ്ഞു, എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? എന്താ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓക്കെ, റസൂലുള്ളാഹിനെ ഇങ്ങനെ ലയിക്കണം, സ്വലാത്തിലൂടെ ഇങ്ങനെ ലയിക്കണം. ഖൽബ് മദീന ഇങ്ങനെ കണ്ട് സ്വലാത്ത് ചൊല്ലണം. കാര്യായിട്ടാ പറയാ, ഖൽബ് മദീന ഇങ്ങനെ കണ്ട് സ്വലാത്ത് ചൊല്ലണം. അവിടെ പോയ ശേഷം നമ്മ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ വരുന്നതല്ല പണി. അവിടെ പോയ ശേഷം കുറച്ച് സമയം ഇരിക്കണം. അതിന്റെ അകത്ത് ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ പുറത്തെങ്കിലും ഇരിക്കണം. ഇന്നു മുതൽ നമ്മളെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരണം. ഒരു ടൈം ടേബിൾ നമ്മളെ ലൈഫിൽ ഉണ്ടാവണം. ഇത്ര സമയത്ത് ഞാൻ എണീക്കും, മരണം വരെ എന്റെ ഒരൊറ്റ തഹജ്ജുദ് ഒഴിവാവൂല. അള്ളാഹു ഉറങ്ങാതിരിക്കുന്നു. രാത്രി ഉറങ്ങലില്ലല്ലോ.
രാത്രിയാവുമ്പോ സ്വാലിഹ് മൗലാ റളിയല്ലാഹുവിന്റെ അടുത്തുണ്ടാവും. ഇല്ലെങ്കിൽ അസ്മാഉൽ ഹുസ്ന ഫുള്ള് തീർക്കോളോതും. ഒളവണ്ണ ഉസ്താദ് ചോദിച്ചത്രേ, നിങ്ങൾ എന്താ ഉസ്താദ് ഇങ്ങനെ ഉറങ്ങാതെ? എന്റെ റബ്ബ് ഉറങ്ങുന്നില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെയാ ഉറങ്ങാ? നമ്മൾ ചിന്തിക്കണം. പാതിരാത്രി എണീച്ചൊരു 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാനുള്ള ഒരു മനുഷ്യനാക്കി ഇന്നു മുതൽ നമുക്ക് ചിന്തിക്കണം. റമദാൻ വരാനായി, അടുത്ത് വരാനായി. അതിന്റെ ആഹ്വാനങ്ങളെല്ലാം തുടങ്ങി. റജബ് പിരിഞ്ഞോയി. ഇന്ന് ഖുതുബയിൽ കയറിയപ്പോ അവിടെയുള്ള എല്ലാ മുഅ്മിനീങ്ങളും പൊട്ടിക്കരിഞ്ഞോയി. അറിയാതെ ഞങ്ങൾ കരിഞ്ഞോയി. റജബ് തീരുമ്പോ ഈ റജബ് 26, 27 അന്ന് വരെ നമ്മൾ എന്തെങ്കിലും അമല് ചെയ്തിനോ എന്ന് സ്വയം ചിന്തിക്കണം. ആദ്യം എന്നോടാ പറയുന്നേ, ഖൽബിന്റെ അകത്തേക്ക് കൊണ്ടുവരണം. അല്ലാഹനെ കൊണ്ടുവരുമ്പോ രാത്രി ഉറക്ക് വരാതെ നമ്മൾ എണീച്ച് തഹജ്ജുദ് നിസ്കരിക്കണം. ഒരു 2 റക്അത്തെങ്കിലും ദുഹാ നിസ്കാരം നമ്മളെ ജീവിതത്തിൽ പതിവാക്കണം. നല്ലോണം സ്വലാത്ത് ചൊല്ലി, നല്ലോണം നല്ല പോലെ സ്വലാത്തും ദിക്റും ചൊല്ലി, ഖുർആൻ നല്ലോണം ഓതി ഖൽബിനെ അല്ലാഹുവിലേക്ക് തിരിക്കണം. എങ്കിൽ നമ്മളെ മുഖം കാണുമ്പോ അല്ലാഹുവിന്റെ ഓർമ്മ വരും. നമ്മളെ സംസാരം കേൾക്കുമ്പോ അല്ലാഹുവിന്റെ ഓർമ്മ വരും. നമുക്കൊന്ന് പൊട്ടിക്കരയാൻ തോന്നും. അല്ലാഹു അതിന് തൗഫീക്ക് ചെയ്യട്ടെ. അവസാനം ഒരു അഷ്റഖ കൂടി ബൈത്ത് ഫുള്ളല്ല പകുതി പാടി നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ഇരുന്നിട്ട് നിങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഒന്ന് അഷ്റഖ ഇൻഷാ അല്ലാഹ് നമുക്ക് പാടാം. أشرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا يا رسول الله قد يا وجه السرور يا حبيب الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم يا حبيب الله أنت شمس أنت بدر أنت نور فوق نوري أنت إكسير وغالي يا رسول الله أنت مصباح الصدور يا حبيب الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم يا حبيب الله يا ولي الحسنات يا رفيع الدرجات صلى الله على محمد صلى الله عليه وسلم كفرا عني ذنوبي واغفرا لسيئاتي صلى الله على محمد صلى الله عليه وسلم عليم سري وأخفى مستجيب الدعوات ربنا ارحمنا جميعا بجميع الصالحات صلى الله على محمد صلى الله عليه وسلم. الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. റഹ്മുറാഹിമിനായ തമ്പുരാനെ നീ കബൂലാക്കണേ റഹ്മാനെ. വല്ല തെറ്റോ പോരായ്മകളോ വന്നിട്ടുണ്ട് നീ പൊരുത്തപ്പെട്ട് തരണേ റഹ്മാനെ. ഞങ്ങളെ കൽബിലേക്ക് അല്ലാഹ് നിന്നെ നിറച്ചു തരണേ റഹ്മാനെ.
നിന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുറച്ചു തരണേ റഹ്മാനെ. പഠിച്ചോനെ അല്ലാഹുവേ, ഞങ്ങളെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് പൊന്നാര തങ്ങൾ കയറ്റി തരണേ റഹ്മാനെ. വല്ലാത്ത ഇഷ്ക് നിറഞ്ഞ് ഞങ്ങളെ ഖൽബിനെ നീ മാറ്റണേ റഹ്മാനെ. എല്ലാ ദിവസവും പൊന്നാര തങ്ങളെ കാണാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. പഠിച്ചോനെ, ഈ വെച്ച സംഘടകർക്ക് അല്ലാഹുവേ തക്കതായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നീ നൽകണേ റഹ്മാനെ. ഇത് നീ തലമുറ തലമുറയായി ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ റഹ്മാനെ. ഇതിന്റെ തുടക്കം മുതൽ ഈ 50 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഇതുവരെ ആരെല്ലാം ഇതിനെ സഹായിച്ചോ സഹകരിച്ചോ, ഇതുമായി ബന്ധപ്പെട്ട ആരെല്ലാം എന്തെല്ലാം ചെയ്തു കൊടുത്തു, അല്ലാഹു അതിനെല്ലാം തക്കതായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്, പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അതിൽ നിന്ന് ആരെല്ലാം മൺമറഞ്ഞു പോയിട്ടുണ്ടോ അവരെ ഖബറെല്ലാം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ, സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. പഠിച്ചോനെ, ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബറുകൾ വിശാലമാക്കി സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആൾക്കാരുണ്ട്, ഞങ്ങളെ ചങ്ങാതിമാരുണ്ട്, ഞങ്ങൾ പഠിപ്പിച്ച വിദ്യാർത്ഥികളുണ്ട്. അവരെല്ലാം ഇന്ന് 6 അടി മണ്ണിലാണ്. അല്ലാഹുവേ, അവരെ ഖബറെല്ലാം നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇവിടെയെല്ലാം ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഇവിടെയെല്ലാം ദുആർക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. പഠിച്ചോനെ, ഇരിക്കുന്നവിടെ എല്ലാവരുടെയും എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ. ഉമ്മമാരുടെ, പെങ്ങന്മാരുടെ, അതുപോലെ എൻ്റെ ഉപ്പമാരുടെ, അനുജന്മാരുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അകറ്റണേ റഹ്മാനെ. ഇവിടെ സേവനം ചെയ്യുന്ന ബഹുമാന്യരായ ഉസ്താദന്മാർ, ഖതീബ് ഉസ്താദ്, സദർ ഉസ്താദ് അടക്കമുള്ള എല്ലാ ഉസ്താദന്മാർക്കും നീ ദീർഘായുസ് നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ, ആരോഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇനിയും ഒരുപാട് കാലം അവർക്ക് ദീനീ ഖിദ്മത്ത് ചെയ്യാൻ നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. ഒന്ന് മനസ്സറിഞ്ഞ് ആമീൻ പറയാ. അവസാനം മരിക്കുന്ന സമയത്ത് സ്വന്തം കൈകൊണ്ട് ഉളുവെടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് റമളാനിൽ ഒരു വെള്ളിയാഴ്ച രാത്രി ഹബീബനാ വ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൂറോടുകൂടെ ഞങ്ങളെ മഹത്തുക്കളുടെ പൊരുത്തത്തോടുകൂടെ എല്ലാ ഹക്കടപാടുകളും തീർത്ത് പൊരുത്തപ്പെടിക്കൊണ്ടോടെല്ലാം പൊരുത്തപ്പെടിച്ച് സ്വന്തം നാവിൽ ഉച്ചത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ഞങ്ങൾ നീ കൊണ്ടുപോകണേ റഹ്മാനെ. അല്ലാഹുവേ, ദുനിയാവിലേക്ക് ഞങ്ങൾ വരുമ്പോൾ എല്ലാവരും ചിരിച്ചു, ഞങ്ങൾ കരഞ്ഞു. തിരിച്ച് നിന്റെ അടുത്തേക്ക് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ നീ ചിരിപ്പിക്കണേ റബ്ബേ, മറ്റുള്ളവരെ നീ കരയിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളെ ഖബർ, മഹ്ശറ, സിറാത്ത്, മീസാനെല്ലാം നീ രക്ഷപ്പെടുത്തി ഞങ്ങളെല്ലാവരെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അവിടെ ഞങ്ങൾ കാണാൻ കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന നിന്റെ ലിഖാഹ് മതിവരുവോളം കാണിച്ചു തരണേ റഹ്മാനെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ شهر رمضان وفقنا للصيام والقيام وتلاوة القرآن والصحة والعافية والطاعة والسلامة يا رب العالمين. اللهم اغفر لنا ولوالدينا رب ارحمهما كما ربياني صغيرا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. സുബ്ഹാനക. എല്ലാവരും ഒന്ന് പറയോ, സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുമെന്ന് വസിയത്തോടു കൂടി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.